ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഫാക്ട് ആൻഡ് ഡയമെൻഷൻ ടേബിൾസ്. ഇപ്പം ഈ ഡാറ്റ മോഡലിംഗിൽ നമ്മൾ മെയിൻ ആയിട്ടും കുറച്ച് തിയറി പാർട്സ് ഒക്കെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അതിന്റെ ബേസിലായിരിക്കും നമ്മൾ അവിടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് നമ്മൾ ഫാക്ട് ആൻഡ് ഡയമെൻഷൻ ടേബിൾ ആണ് വരുന്നത്. അതിൽ ഫാക്ട് ടേബിൾ എന്ന് പറയുന്നത് എന്താ? അതിൽ ന്യൂമറിക്കൽ വാല്യൂസ് ആയിരിക്കും വരുന്നത്. ഫാക്ട് ടേബിളിലുള്ള ന്യൂമറിക്കൽ വാല്യൂസ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിൽസിന്റെ എമൗണ്ടോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഓർഡേഴ്സ്, ട്രാൻസാക്ഷൻസ്, PGUs അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഫാക്ട് ടേബിളിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡയമെൻഷൻ ടേബിൾ. അപ്പോൾ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുമ്പം എന്താ, ഒരു ഫാക്ട് ടേബിളും ഡയമെൻഷൻ ടേബിൾസും ആയിട്ടായിരിക്കും നമ്മളത് റിലേഷൻ റിലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഡയമെൻഷൻ ടേബിൾ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. ലൈക്ക് എന്താ, പ്രൊഡക്ട്സ് അതിന്റെ നെയിം ആയിരിക്കാം, കസ്റ്റമേഴ്സിന്റെ നെയിം, ഡേറ്റ്സ്, സ്റ്റോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഡയമെൻഷൻ ടേബിളിൽ വരുന്നത്. ഓക്കെ.